എം എ ബേബി CPIM PB അംഗം, മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി. എം എ ബേബി, താങ്കൾ എങ്ങനെയാണ് പി ജയചന്ദ്രനെ മനസ്സിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്? സംഗീതം ഇഷ്ടപ്പെടുന്നവർക്ക് ഒക്കെ ഒരു വല്ലാത്ത ആഘാതമാണ് ജയേട്ടന്റെ മരണം. സംഗീത രംഗത്ത് യേശുദാസിനെ പോലുള്ള ഒരു അതുല്യ പ്രതിഭ ആധിപത്യം പുലർത്തിക്കൊണ്ടിരുന്ന സമയത്ത് എത്രയോ മനോഹര ഗാനങ്ങൾ പി ജയചന്ദ്രൻ പാടിയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മഹത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. വ്യക്തിപരമായിട്ട് അദ്ദേഹവുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. പ്രായം കുറച്ച് കൂടിയ ഘട്ടത്തിലും ചെറുപ്പക്കാരി പാടുന്നത് പോലെ പാടാൻ ജയചന്ദ്രന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. സമീപകാലത്ത് അദ്ദേഹം ഗംഭീരമായി പാടിയ ഒരുപാട് പാട്ടുകളുണ്ട്. സ്വർലയുടെ ആഭിമുഖ്യത്തിൽ പല പരിപാടികളും തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ നടന്നപ്പോൾ അദ്ദേഹവുമായിട്ട് വളരെ അടുത്തിടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നടന്ന ചില വിവാഹ ചടങ്ങുകളിൽ അദ്ദേഹം ക്ഷണിച്ചതനുസരിച്ച് പങ്കെടുത്ത നിമിഷങ്ങൾ ഞാൻ ഓർക്കുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള മരണമാണ്. ഈ മരണം നടന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഏതാനും മാസങ്ങളായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞത്. കഴിഞ്ഞൊരു ദിവസം സ്കൂൾ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പരാമർശിച്ച 3 പേരുകളിൽ ഒന്ന് ജയേട്ടന്റെ ആയിരുന്നു. സ്കൂൾ യുവജനോത്സവത്തിന്റെ സന്തതികളെന്ന് പറയാൻ ദാസേട്ടനും പി ജയചന്ദ്രൻ, പിന്നെ സമീപകാലത്ത് മഞ്ജുവരെ പോലുള്ളവരും. വളരെ ജനകീയനായ കലാകാരനായിരുന്നു. ഭാവഗായകൻ എന്നുള്ള പേരിൽ അദ്ദേഹം വളരെ പ്രശസ്തി നേടി. ഇഷ്ടപ്പെട്ട പാട്ടുകൾ 2 ദിവസം തിരഞ്ഞെടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഉപാസന ഇത് ധന്യമാമൊരു വാസന എന്ന് അദ്ദേഹം, അത് വേണോ, ഹർഷഭാഷ്പം തൂകി വേണോ, സുപ്രഭാതം വേണോ, നെന്മണിയറയിലെ പാട്ട് വേണോ, അങ്ങനെ എത്രയോ പാട്ട് ജയേട്ടനുമായി ബന്ധപ്പെട്ടു. വലിയൊരു വിടവാണ്, ശൂന്യമാണ് അദ്ദേഹത്തിന്റെ മരണം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. താങ്ക് യു എം എ ബേബി, താങ്കളുടെ അനുസ്മരണത്തിന്.